ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് എൻ്റർ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ കന്നഡ റെസിപ്പിയാണ്. ഇതൊരു അമരക്ക വർഗ്ഗത്തിലുള്ള ഒരു കായാണ്. ഇവിടെ ഇതിന് അവരക്കായ എന്ന് പറയും. സോ ഇംഗ്ലീഷിൽ ഫ്ലാറ്റ് ബീൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് കന്നഡക്കാർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മെയിൻ ഫുഡാണ്. ഇതിൻ്റെ സീസണായി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കായ ഉപയോഗിച്ച് അടിപൊളി ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ പ്യൂർലി കന്നഡ ദേശി സ്റ്റൈൽ അല്ലെങ്കിൽ വില്ലേജ് സ്റ്റൈൽ ഒരു കറിയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ കഴിക്കുന്നത് റൈസിനേക്കാളും അധികം മുദ്ദ എന്ന് പറയും. റാഗി മുദ്ദ അല്ലെങ്കിൽ റാഗി ഉണ്ട എന്ന് പറയും. അതായത് റാഗി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതൊരു ബോൾ ഷേപ്പിലാക്കി എടുത്ത് കഴിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ റാഗി മുദ്ദയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായി നമ്മൾ ഇതിൻ്റെ പയറ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നമ്മൾ കുരു തൊലി കളഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇത്കിദ് ബേള എന്നും പറയും. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 കിലോ ചിക്കനാണ്. ഞാൻ അര കിലോ പരിപ്പും 3/4 കിലോ ചിക്കനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കുക്കറിനകത്തിട്ടിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വേവിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഉപ്പും മഞ്ഞളും വെള്ളമെല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ നമുക്ക് മൂടി വയ്ക്കാം. ഇറച്ചി 2 വിസിൽ വേവിക്കാൻ വയ്ക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് പച്ചക്കറികൾ റെഡിയാക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 3 കുഞ്ഞ് സവോള, വളരെ കുറച്ച് സവോള, കുഞ്ഞ് സവോള 3 എണ്ണം, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 2-3 വിരൽ മല്ലിയില, ഒരു 2-3 വിരൽ പുതിനയുടെ ഇല, ഇതും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യം തക്കാളി അരിഞ്ഞു, സവോള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, പിന്നെ മല്ലിയില പുതിന ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. അതേസമയം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ട പാത്രം അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഈ സവോളയും ഇതെല്ലാം വഴറ്റിയെടുത്തിട്ട് നമുക്ക് അത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം സവോള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വാടിക്കട്ടും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഒരു 4-5 പച്ചമുളക് ഇതിനകത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് കുറയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്യാം. അതും കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇട്ട സവോളയും പച്ചമുളകും തക്കാളിയും ഇതൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനായിട്ട് നമുക്ക് സ്പൈസസ് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. വേണമെങ്കിൽ കുരുമുളക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ പൊടിച്ചിട്ടൊന്ന് മാത്രം. പിന്നെ ഒരു ചെറിയ തുണ്ടം പുളി രസത്തിന് വേണ്ടിയിട്ടാണ്. ഇതും വന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇതിനകത്തിട്ട് നല്ലോണം വഴറ്റണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറിയുടെ കളർ മെയിനായിട്ട് കിട്ടുന്നത് ഈ മല്ലിയിലയും പുതിനയിലയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ, പിന്നെ ഒരു 4 ടീസ്പൂൺ തേങ്ങ തിരുമ്പിയത്. ഓക്കെ. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ മസാലയ്ക്ക് വേണ്ട കൂട്ട്. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കും. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ഒരേ ഒരു ടീസ്പൂൺ. ഓക്കെ. മല്ലിപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലോണം ഇളക്കി മാറ്റി വയ്ക്കാൻ ചൂടാറി കഴിഞ്ഞ് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ല ഫൈൻ പേസ്റ്റ് ആവണം. ആ ഒരു പേസ്റ്റ് ആയതിനു ശേഷം നമ്മളൊരു മൺചട്ടി എടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പ്യൂർ ദേശി ഗീ ആണിത്. അപ്പോൾ പ്യൂർ നെയ്യ് നമ്മളിപ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ഈ രീതിയിൽ സോഫ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കണം. ഓക്കെ. ഇനി അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലയുടെ പച്ചമണക്കം മാറുന്നവരെ. പിന്നെ മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി ചാറുവാണല്ലോ. അപ്പോൾ ആ ചിക്കനും അതിനകത്തിട്ടു. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. ഒരു 5-10 മിനിറ്റ് നല്ല രീതിയിൽ നല്ലൊരു ഗ്രേവി ടൈപ്പ് തിളച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ മേലെ വരും. എണ്ണയും നെയ്യെല്ലാം ആ കറിയുടെ മേലെ വരും. ആ പാകമായി കഴിഞ്ഞാൽ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടോ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് റാഗി മുദ്ദ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ 1 ഗ്ലാസ് റാഗി പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നോർമലായിട്ട് കണക്കെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുറച്ച് വെള്ളം മാറ്റി വെക്കുക ആദ്യം തന്നെ. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് റാഗി പൊടി ഡയറക്റ്റായിട്ട് ഇടാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തിളച്ച് കുമ്മളകൾ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ തവിയോ എടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടിയെല്ലാം വെള്ളം ഒബ്സോർബ് ആവും. അപ്പോൾ കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ
തിളച്ച വെള്ളം മാറ്റി വെച്ചല്ലോ അത് കുറച്ചും കൂടി ഒഴിച്ചു വന്നാൽ നമുക്ക് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ അത് സ്റ്റവ് ഓഫാക്കിയിട്ടില്ല, ചൂടോടെ തന്നെ നമ്മളിങ്ങനെ ചെയ്യണം. ഒരു തുണി പിടിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, സ്റ്റവ് ഓഫാക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലെ മാവെല്ലാം ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും. ഇത് വൺ ഓഫ് ദ ഹെൽത്തി ഫുഡാണ്. ഇപ്പോൾ ഡയറ്റ് പ്ലാൻ ഉള്ളവരും ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിക്കുക, വളരെ ഹെൽത്തിയാണ്, ശരീരത്തിൽ തണുപ്പാണ്. അപ്പോൾ കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ രാഗി മുദ്ദ വെറുതെ തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക്, കുറുക്ക് ഇഷ്ടമില്ലാത്തവർ ഇതേപോലെ ആക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒരു മട്ടൻ കറി ആക്കി കഴിച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് പുറത്തെടുത്ത് ഒരു പാത്രത്തിൽ കൈയൊന്ന് നനച്ച് ആ ചൂടോടെ തന്നെ നമ്മളത് ഉരുട്ടണം, കൈയൊന്ന് വെള്ളത്തിൽ മുക്കുക. അപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് 2 മുദ്ദയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 ചെറിയ സൈസ് മുദ്ദ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞങ്ങൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക, വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ഫുഡാണ്. അപ്പോൾ മുദ്ദ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കത് പ്ലേറ്റിങ് ചെയ്യാം. ഓക്കെ, മുദ്ദ വെച്ചു, ചിക്കൻ കറി പ്ലേറ്റിനകത്ത് വെച്ചു, പിന്നെ അച്ചാർ. ഇതെങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുദ്ദ ആൻഡ് അവരക്കായ് സാറു. അപ്പോൾ മുദ്ദ നമ്മളൊരു കഷ്ണം ഇങ്ങനെ മുറിക്കുക. അപ്പോൾ കൈ ഒട്ടുന്നുണ്ടെങ്കിൽ ചാറിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, ആക്ച്വലി വായലിട്ട് ഇത് വിഴുങ്ങണം, കടിക്കാൻ പാടില്ല. എങ്ങനെയാണ് മുദ്ദ ശരിക്കും കഴിക്കേണ്ട രീതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.